ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലെല്ലാം വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പം വിളക്ക് കത്തിക്കുമ്പം ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അത് കരി പിടിക്കാറുണ്ട്. പിന്നെ കുറേ നാളൊക്കെ ഉപയോഗിക്കാതിരുന്ന വിളക്കുകളിലൊക്കെ ക്ലാവ് പിടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലും ഉറപ്പായിട്ടും കണ്ടുവരുന്ന വാളൻപുളിയായിട്ട് എടുക്കേണ്ടത്. വാളൻപുളി ഒരു നാരങ്ങ വട്ടത്തിലൊക്കെ മതിയാവും. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ, ഇഷ്ടികയുടെ പൊടി, പിന്നെ അതുപോലെ ചാരം, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വിളക്കും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയെടുക്കുന്നത്, ഓട്ടുപാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ ബലം പ്രയോഗിച്ചൊക്കെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഈ പുളി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൈകൊണ്ട് ബലം പ്രയോഗിക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. കാരണം ഈ പുളി എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് അതിൽ നല്ലപോലെ ഈ നമ്മുടെ ഈ വിളക്കിലും തട്ടത്തിലും എല്ലാം തേച്ച് പിടിപ്പിക്കണം. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. അതായത് ബലം പ്രയോഗിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി എടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ വിളക്കിന് അത്യാവശ്യം നിറം വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഇനി ഇതിന് കുറച്ചുകൂടി തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കുളിക്കുന്ന സോപ്പില്ലേ, ആ സോപ്പ് നമ്മുടെ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധാരണ പാത്രമൊക്കെ കഴുകുന്ന പോലെ തന്നെ നല്ല രീതിയിൽ പതപ്പിച്ച് ഒന്ന് കഴുകിയെടുക്കണം. ഇരുമ്പിൻ്റെ സ്ക്രബ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇരുമ്പിൻ്റെ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നിലവിളക്കെല്ലാം സ്ക്രാച്ച് വീണ് പോകും കേട്ടോ. പിന്നെ നമ്മൾ എന്തേലും കഴുകിയാലും അതിനൊരു പുതുമ കിട്ടുകയില്ല, നമുക്ക് ആ തിളക്കം കിട്ടുകയില്ല. സോപ്പും കൂടി ഉപയോഗിച്ച് നമ്മൾ കഴുകി കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു തിളക്കമില്ലേ നമ്മുടെ വിളക്കിനൊക്കെ, ആ ഒരു തിളക്കം നമ്മുടെ ഇപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വിളക്കിന് കിട്ടും. ഇനി നമുക്കിത് ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തിളങ്ങി സ്വർണ്ണം മാറി നിൽക്കുന്ന രീതിയിൽ തിളങ്ങി കിട്ടും നമുക്കിത്. 100% ഉറപ്പ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്